റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബജറ്റിൽ നിന്നും 2 ബില്യൺ പൗണ്ട് ലാഭിക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ലേബർ ഗവൺമെന്റ് ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് സ്ഥിരീകരിച്ച് ചാൻസലർ റേച്ചൽ റീവ്സ്. 10,000 സിവിൽ സർവീസ് ജോലികളാണ് വെട്ടിച്ചുരുക്കുകയെന്ന് റേച്ചൽ റീവ്സ് വ്യക്തമാക്കി. മഹാമാരി കാലത്ത് കുതിച്ചുവരുന്നവയാണ് വെട്ടിനിരത്തുക. ചില വകുപ്പുകളിലെ ബാക്ക് ഓഫീസ് ജോലികൾ കുറച്ച് ഫ്രണ്ട് ലൈനിലേക്കുള്ള പണം കണ്ടെത്തുവാൻ കഴിയുമെന്ന് റീവ്സ് പറഞ്ഞു. ബുധനാഴ്ച സ്പ്രിംഗ് സ്റ്റേറ്റ്മെന്റ് നൽകുമ്പോൾ തന്റെ ചെലവ് ചുരുക്കൽ നടപടികളെക്കുറിച്ച് വ്യക്തമായ പ്രഖ്യാപനം നടത്തുവാനാണ് ചാൻസലർ ഒരുങ്ങുന്നത്. നികുതി വീണ്ടും വർദ്ധിപ്പിക്കാതിരിക്കുവാനാണ് ഗവൺമെന്റ് ജോലികൾ ഉൾപ്പെടെ വെട്ടിക്കുറച്ചുള്ള പദ്ധതി. ഈസ്റ്റ്ലിയിലെ നോർവുഡ് പ്രൈമറി സ്കൂൾ ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷങ്ങൾ നടത്തുന്നില്ലെന്ന തീരുമാനം എടുത്തിരിക്കുന്നത് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. വൈവിധ്യമാർന്ന മറ്റു മതവിഭാഗങ്ങളെ ബഹുമാനിക്കുന്നതിനാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് സ്കൂൾ അധികൃതർ അറിയിച്ചത്. ഹാംഷെയറിലെ ഈസ്റ്റ്ലിയിലുള്ള നോർവുഡ് പ്രൈമറി സ്കൂൾ ഈ വർഷം അവരുടെ ഈസ്റ്റർ ബോണറ്റ് പരേഡോ ഈസ്റ്റർ സർവീസോ നടക്കില്ലെന്ന് മാതാപിതാക്കൾക്കും കത്ത് നൽകിയതിനെ തുടർന്ന് കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഈസ്റ്റർ അനുബന്ധ മതപരമായ ആഘോഷങ്ങൾ നടത്താതിരിക്കുന്നതിലൂടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മതപരമായ വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ താൻ ലക്ഷ്യമിടുന്നതായാണ് ഹെഡ് ടീച്ചർ സ്റ്റെഫാനി മാൻറ്റർ സ്കൂളിന്റെ തീരുമാനത്തെ അറിയിച്ചുകൊണ്ടുള്ള കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ പല കെയർ ഹോമുകളുടെയും അവസ്ഥ പരമദയനീയം. 5-1 കെയർ ഹോമുകളും പരിതാപകരമായ അവസ്ഥയിലാണെന്ന് പഠന റിപ്പോർട്ട് പറയുന്നു. 132 കെയർ ഹോമുകൾക്കാണ് ഏറ്റവും മോശപ്പെട്ട റാങ്കായ ഇൻഡൊക്കേറ്റ് ലഭിച്ചിരിക്കുന്നതെന്ന് മെയിൻ ഓൺലൈൻ പറയുന്നു. മറ്റ് 2418 കെയർ ഹോമുകൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന വിഭാഗത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കെയർ ക്വാളിറ്റി കമ്മീഷന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് മെയിൻ ഓൺലൈനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലിവർപൂൾ തൊട്ടടുത്ത സെൻട്രൽ ലണ്ടനിലെ ഹാൾട്ടൺ കാഡൻ എന്നിവിടങ്ങളിലെ 40% കെയർ ഹോമുകളും നിർദ്ദിഷ്ട നിലവാരം പുലർത്താത്തവയാണെന്ന് മെയിൻ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു. ലോക്കൽ അതോറിറ്റികളുടെ മോശപ്പെട്ട പരിപാലനവും കുറഞ്ഞ ഫീസ് നിരക്കുകളുമാണ് ഇതിന് കാരണമെന്ന് കെയർ ഇംഗ്ലണ്ട് ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഫസർ മാർട്ടിൻ ഗ്രീൻ പറയുന്നു. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള പ്രായമായവരും അവശരായവരുമായ ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് ആവശ്യമായതും അർഹതപ്പെട്ടതുമായ ശുശ്രൂഷ ലഭിക്കാതെ ക്ലേശം അനുഭവിക്കുകയാണെന്ന് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വക്താവ് ആലിസൺ ബെന്നറ്റും ആരോപിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയെ പറ്റി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കുനാൽ കൃമ നടത്തിയ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി ശിവസേന. സംഘടിച്ചെത്തിയ ശിവസേന പ്രവർത്തകർ പരിപാടി നടന്ന ഹോട്ടലിന്റെ ഓഫീസ് അടിച്ചു തകർത്തു. ഞായറാഴ്ചത്തെ ഷോയിൽ ഷിൻഡെയെ രാജ്യദ്രോഹി എന്ന് കുനാൽ പറഞ്ഞതെന്നാണ് ആരോപണം. ദിൽ ദോ പാഗൽ ഹേ എന്ന ബോളിവുഡ് സിനിമയിലെ പാട്ടിന്റെ വരികൾ മാറ്റിപ്പാടിയതാണ് കുനാലിനെതിരെ പ്രതിഷേധമുയരുവാൻ കാരണം. 2022 ഉദ്ധവ് താക്കറുമായി ഇടഞ്ഞു വിമതനായ ഷിൻഡെ പിന്നീട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി. തൊട്ടുപിന്നാലെ അവിഭക്ത ശിവസേനയുടെ മേധാവിയുമായി. പരിപാടിയുടെ വീഡിയോ കുനാൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് ശിവസേന പ്രവർത്തകർ ഹോട്ടലിലേക്ക് രച്ചെത്തിയത്. സമുദ്രാതിർത്തി കടന്നെത്തുന്നവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ചെറുക്കുവാൻ തീരദേശവാസികളുടെ സഹായം തേടി നടൻ രജനീകാന്ത് രംഗത്തെത്തി. രാജ്യത്തെ സമാധാനത്തിനും യശസ്സിനും കളങ്കം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ പലരും കടൽ വഴിയാണ് എത്തുന്നതെന്നും മുംബൈ ഭീകരാക്രമണം അതിന് തെളിവാണെന്നും രജനി ചൂണ്ടിക്കാട്ടി. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തുകയും സംശയാസ്പദമായ സാഹചര്യത്തിൽ ചുറ്റിക്കറങ്ങുന്നവരെ കണ്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽമഴ ലഭിക്കുന്നുണ്ടെങ്കിലും പകൽ ചൂടിന് കാര്യമായ ആശ്വാസമുണ്ടായിട്ടില്ല. ചൂടിനു പുറമെ അന്തരീക്ഷത്തിലെ അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ തോത് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയ ഉയർന്ന UV ഇൻഡെക്സ് 6 ആലപ്പുഴയിൽ 5 എന്നിങ്ങനെയാണ് ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയത്. UV ഇൻഡെക്സ് 5 മുകളിൽ പോയാൽ അപകടകരമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കണക്കുകൾ പ്രകാരം UV ഇൻഡെക്സ് 4 രേഖപ്പെടുത്തിയ തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളും 3 രേഖപ്പെടുത്തിയ കണ്ണൂരും 2 രേഖപ്പെടുത്തിയ കാസർഗോഡും 0 രേഖപ്പെടുത്തിയ എറണാകുളം ജില്ലയുമാണ് അൾട്രാവയലറ്റ് കിരണങ്ങളുടെ അപകടകരമായ തോതിന് താഴെയുള്ളത്. ഇനി കായിക വാർത്തകൾ. മുംബൈ ഇന്ത്യൻസ് ടീമിനൊപ്പം കളിച്ച 89 മത്സരങ്ങളും നേടാനാകാതെ IPL സെഞ്ചുറിയാണ് ഹൈദരാബാദ് ജേഴ്സിയിൽ ഒറ്റ മത്സരത്തിലൂടെ ഇഷാൻ കിഷൻ നേടിയത്. ഇന്ത്യൻ ടീമിൽ നിന്നും IPL നിന്നും തഴയപ്പെട്ടതടക്കം ഈയിടെ നേരിട്ട തിരിച്ചടികൾക്കുള്ള മറുപടിയായി ഇഷാൻ കിഷന്റെ ഈ ഗംഭീര ഇന്നിംഗ്സ്. 2023 ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ വ്യക്തിപരമായ കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങിയത് മുതലാണ് ഇഷാൻ കിഷൻ BCCയുടെ കണ്ണിലെ കരടായി മാറിയത്. മാനസിക സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി 3 മാസത്തിലേറെ മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന 26-കാരൻ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ടീമിലേക്കുള്ള ക്ഷണവും നിരസിച്ചു. രഞ്ജി ട്രോഫി മത്സരവും കളിച്ച് ഫോം
തെളിയിക്കണമെന്ന BCCI നിർദ്ദേശവും ഇഷാൻ കിഷൻ മുഖവിലക്കെടുത്തില്ല. ഇതോടെ കഴിഞ്ഞ വർഷം BCCIയുടെ വാർഷിക കരാറിൽ നിന്നും പുറത്തായി. IPL നിന്നും ഏറെക്കാലം മുംബൈ ഇന്ത്യൻസ് ടീമിലെ സജീവ അംഗമായിരുന്ന ഇഷാനെ കഴിഞ്ഞ വർഷത്തെ മെഗാലയലത്തിന് മുംബൈ ടീമിനെ വിട്ടുകൊടുക്കുകയും ഇതോടെ മുംബൈ ക്യാമ്പിലെ പരിശീലനം ഉപേക്ഷിക്കേണ്ടി വന്ന ഇഷാൻ പരിശീലനത്തിനായി പാട്നയിൽ സ്വന്തമായ അക്കാദമി നിർമ്മിച്ചു. ടെക്നിക്കുകളിലെ പിഴവുകൾ ഇഷാൻ കിഷൻ കണ്ടെത്തിയിരുന്നത് പരിശീലനത്തിന് വീഡിയോകൾ സ്വയം പരിശോധിച്ചായിരുന്നു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 111.10 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio